കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഇന്നു നാം തിരുപ്പിറവിക്കായി കാത്തിരിക്കുന്നതിൻ്റെ നോമ്പിൻ്റെ 10ാം ദിവസത്തിലെത്തി നിൽക്കുമ്പോൾ ഈ ദിവസം ഏറ്റവും ശക്തമായ ഒരു വചനമാണ് ദൈവകൃപയാൽ നാം അല്പനേരത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വലിയ വചനം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ അതിപ്രകാരമാണ്: എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിൻ കീഴെ ജനിച്ചവനായി നിയോഗിച്ച് അയച്ചത് അവൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലയ്ക്കു വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിനു തന്നെ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനം ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു വലിയ സത്യമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ 10ാം ദിവസത്തിൽ, ഈ നോമ്പിൻ്റെ 10ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്ന നമുക്കായി ദൈവം നൽകിയ ഒരു വചനമാണിത്. കാലം പൂർണ്ണമായപ്പോൾ ദൈവം ഒരിക്കലും വൈകുന്നില്ല. ഈ വചനം നമ്മോട് പ്രഖ്യാപിക്കുന്നത് അതാണ്. ദൈവം തൻ്റെ സമയം കൃത്യമായി പാലിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കും, എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലായിത്തീരുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് മുൻപിൽ വാതിലുകൾ അടഞ്ഞുകിടക്കുന്നത്? എന്നാൽ തിരുവചനം പറയുന്നു, ബൈബിൾ പറയുന്നു, ദൈവം വൈകുന്നില്ല, അവൻ തയ്യാറാകുന്നു. നമ്മൾ തയ്യാറാകുന്നത് വരെ ദൈവം കാര്യങ്ങൾ വൈകിപ്പിക്കുന്നില്ല. കാര്യങ്ങൾ പൂർണ്ണമാകുന്നത് വരെ ദൈവം കാര്യങ്ങൾ തയ്യാറാക്കുന്നു, എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും തന്നെ. ആമേൻ, സ്തോത്രം. അതാണ് ബേത്ലഹേമിലേക്കുള്ള യാത്ര. ദൈവമാതാവിൻ്റെയും യോസേഫിൻ്റെയും ക്ഷമയുടെ ത്യാഗത്തിൻ്റെ വഴിയാണത്. വളരെ വിദൂര ദേശത്തേക്കുള്ള ഒരു യാത്ര. ഗർഭിണിയായ മറിയത്തിന് താമസിക്കുവാൻ ഒരു സ്ഥലം ലഭിക്കാത്ത ഒരവസ്ഥ. രാത്രിയുടെ കുറ്റാക്കൂരിരുട്ട്, ശൈത്യകാലം, മനുഷ്യർ തങ്ങളെ മനസ്സിലാക്കാത്ത ഒരവസ്ഥ. എന്നിരുന്നാലും അവർ ഏക മനസ്സോടെ, ഉറച്ച വിശ്വാസത്തോടെ മുൻപോട്ട് നടന്നു. പൂർത്തിയാകാത്ത കാര്യങ്ങളെക്കുറിച്ച് അവർ ഭയപ്പെട്ടില്ല. കാരണം അവർ ദൈവം ഒപ്പം നടക്കുന്നു എന്ന് വാഗ്ദാനം ഉറപ്പായി അവർ അറിഞ്ഞിരുന്നു. ആമേൻ. ദൈവം തൻ്റെ പുത്രനെ അയച്ചു. നിങ്ങൾക്കുള്ള പ്രത്യാശയുടെ വചനമാണിത്. ദൈവം യേശുവിനെ അയച്ചത് അതൊരു തീരുമാനമായിരുന്നില്ല, കേവലം ഒരു തീരുമാനമായിരുന്നില്ല, മറിച്ച് അതൊരു സമയമായിരുന്നു. സർവസമയങ്ങളെ മാറ്റിമറിച്ച ഒരു സ്വർഗീയ നിമിഷം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവം അയക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി, നിങ്ങളുടെ രോഗത്തിനുള്ള സൗഖ്യം, സമാധാനം, നിങ്ങൾക്കുള്ള പുതിയ അവസരങ്ങൾ, പുതിയ വഴികൾ. ഈ 10ാം ദിവസത്തെ ധ്യാനത്തിൽ ദൈവം നിങ്ങളോട് പറയുന്നു, എൻ്റെ മകനെ, എൻ്റെ മകളെ, ദൈവത്തിൻ്റെ സമയത്തിൽ വരുന്ന കാര്യങ്ങൾ അത് പൂർണ്ണമാണ്. സ്തോത്രം. അവ മറ്റുള്ളവയേക്കാൾ വൈകി എന്ന് നിനക്കൊരു പക്ഷേ തോന്നിയേക്കാം, പക്ഷേ അത് ഏറ്റവും മികച്ചതായിരിക്കും. ഹല്ലേലൂയ. ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു ബേത്ലഹേം സൃഷ്ടിക്കും. തിളങ്ങുന്ന ഒരു പുതിയ തുടക്കം, അതാണ് ദൈവം നിന്റെ ജീവിതത്തിൽ നൽകുവാൻ പോകുന്നത്. കർത്താവേ, നിന്റെ സമയത്തെ ഞങ്ങൾ മനസ്സിലാക്കുക.
തമ്പുരാനെ, നീ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ. വൈകിയെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ തളരാതെ ഇരിക്കുവാൻ ഞങ്ങൾക്ക് കരുത്തു നൽകണം. നിന്റെ വാഗ്ദാനം ഒരിക്കലും പരാജയപ്പെടുന്നില്ലെന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ അടിയങ്ങൾക്ക് നിന്റെ ഉറപ്പു നൽകണം. തമ്പുരാനെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ ധ്യാനങ്ങൾക്ക്, ഞങ്ങളുടെ നോമ്പുകൾക്ക് കർത്താവേ അവിടുന്ന് മറുപടി നൽകണം. സർഗനതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.